എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഷിക്കാഗോ സെയിന്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ദേവാലയത്തിന്റെ 15ാം വാർഷികാഘോഷങ്ങളും ഒപ്പം സീറോ മലബാർ മാർ റാഫേൽ തട്ടേൽ പിതാവിന് സ്വീകരണവും നൽകി. ബഹുമാനപ്പെട്ട ജേക്കബ് ചുള്ളമ്പേലച്ചൻ മുതൽ ആരംഭിച്ച ചിക്കാഗോയിലെ ജ്ഞാനായ കത്തോലിക്ക കൂട്ടായ്മ ഇന്ന് പ്രവാസി ജ്ഞാനായക്കാരുടെ ഏറ്റവും വലിയ ഇടവക എന്ന നിലയിൽ വളർന്നു. 2010 ജൂലൈ 18-ാം തീയതി കോൺസെൻട്രേറ്റ് ചെയ്ത നമ്മുടെ ദേവാലയം 15ാം വാർഷിക ആഘോഷത്തിന്റെ നിറവിലാണ്. ഷിക്കാഗോയിലെ ജ്ഞാനായ സമുദായത്തിന് അഭിമാനിക്കാവുന്നതാണ്. സീറോ മലബാർ സഭയ്ക്ക് ഷിക്കാഗോയിലുള്ള 3 ഇടവക ദേവാലയങ്ങളിൽ 2 ജ്ഞാനായക്കാരുടേതാണെന്ന്. ഈ ഇടവകയുടെ ഈ 15 വർഷത്തെ കാലഘട്ടത്തിൽ സുത്യർഹമായ സേവനമാണ് അൽമായ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഈ 15 വർഷത്തെ കാലഘട്ടത്തിൽ ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകിയവരെ ആദരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഇടവകയ്ക്ക് വേണ്ടി സ്തുത്യർഹമായി സേവനം ചെയ്ത എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്മരിക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഷിക്കാഗോ സെൻറ് മേരീസ് ജ്ഞാനായ ദേവാലയം ഇവിടെ സ്ഥാപിതമായതിനു ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യങ് തലമുറയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ പള്ളി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പള്ളിയിൽ 2005 വിശുദ്ധ കുർബാന മധ്യേ പിതാവ് പറഞ്ഞു, നമുക്ക് ഷിക്കാഗോയിൽ ഒരു ദേവാലയം ഉണ്ടാകണം. അന്ന് കുർബാനയുടെ സമാപനത്തിൽ നന്ദി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് ഇവിടെ ധാരാളം ജ്ഞാനായക്കാരുണ്ട്, ഇവിടെ 1 അല്ല 2 ദേവാലയം ഉണ്ടാകണം. അത് സാക്ഷാത്കരിക്കപ്പെട്ടു. കർത്താവിനെ ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. നമുക്ക് ഇടയിട്ടുള്ള വിശ്വാസം വെളിച്ചം നമ്മൾ തനിയെപ്പറ്റിയും പാരമ്പര്യത്തെപ്പറ്റിയും ഒക്കെ പറയുമ്പോഴേ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് നമ്മൾ ക്രൈസ്തവ വിശ്വാസമാണ്. ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. ജ്ഞാനായ കമ്മ്യൂണിറ്റി ചിക്കാഗോയിൽ വളരെ ശക്തമാണ്. അവർ വളരെ ഭംഗിയായിട്ട് ഈ 15ാം വർഷം ജനപങ്കാളിത്തത്തോടും വലിയ കൂട്ടായ്മയുടെ അരൂപിയോടും കൂട്ടുത്തരവാദിത്തോടും കൂടെ ആഘോഷിച്ചു. ഇതിൻ്റെ വളർച്ച വളരെ നാളുകളായിട്ട് നോക്കി കാണുവാനും ഈ വളർച്ചയിലെ ഒരു ഭാഗമായി തീരുവാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഈ ഇടവക അംഗങ്ങൾ ചെയ്യുന്നതായ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ആ സമർപ്പണ ബോധം ഈ ഇടവകയെ വളരെയധികം വളർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
മാതാവിൻ്റെ വലിയ സംരക്ഷണം ഈ ഇടവകയിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ബഹുദൂരം ഇത് മുൻപോട്ട് പോകുവാൻ ആത്മീയ സാന്നിധ്യത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട്, കേന്ദ്രമായിട്ട് ഈ ഇടവക എന്നും വളർന്നു വരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. പിൻപിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഒരു ഇടവക ഈ 15 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം അഭിമന്യ പിതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആരംഭ കാലഘട്ടമാണ് ഏറ്റവും കഠിനാധ്വാനം ചെയ്യേണ്ട കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. അവരുടെ ത്യാഗവും അവരുടെ പരിശ്രമവും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ പ്രാർത്ഥനയും ഒക്കെയാണ് ഈ ദേവാലയം സാധ്യമാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എല്ലാവരെയും അവരുടെ പരിശ്രമങ്ങളെയും അവരുടെ ത്യാഗത്തെയും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്തത്. കരുതലിൻ കരമായി വരണേ, ഇടനെഞ്ചിൽ മുറിവോടെ അണയും